അപ്പോൾ തുടരും ചിത്രം ഇന്ന് 100 കോടിയിലേക്ക് കടന്നിരിക്കുകയാണ്. 100 കോടിയല്ല, ഇന്നുകൊണ്ട് അത് 105 കോടി കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് കേരളത്തിൽ നിന്ന് ഇന്ന് നേടാൻ പോകുന്ന കളക്ഷൻ 6 കോടിക്ക് മുകളിൽ ആണ് എന്നുള്ളതാണ്. അതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ബുധനാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിട്ട് തുടരും എന്ന ചിത്രം മാറുകയും ചെയ്യുകയാണ്. എമ്പുരാന് പോലും സാധിക്കാത്ത കാര്യമാണ് ഇപ്പം തുടരും എന്ന് പറയുന്ന ചിത്രം നേടിയിരിക്കുന്നത്. ബുധനാഴ്ച ദിവസം ഒരു മലയാള സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷൻ. നമ്മൾ ചിന്തിക്കുമ്പോഴൊക്കെ എപ്പോഴും പ്രതീക്ഷിക്കാറുണ്ട്, ഇവരാരും ജോലിക്കൊന്നും പോകുന്നില്ലേ, തിയേറ്ററിൽ എന്താ തിരക്ക്. അപ്പോൾ ബുധനാഴ്ച ദിവസം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ എന്നടിച്ചു നോക്കുക. അവിടെ തുടരും എന്ന് പറയുന്ന ചിത്രം കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും മണിക്കൂറിൽ 21,000 ടിക്കറ്റ് വിറ്റ് പോകുന്ന ഒരേ ഒരു ചിത്രമേ ഉള്ളൂ ഇന്ത്യൻ സിനിമയിൽ. അത് തുടരും എന്ന് പറയുന്ന ചിത്രമാണ്. ഈ 6-ാം ദിവസവും ഈ ബുധനാഴ്ച ദിവസവും വർക്കിംഗ് ഡേയിലും. അപ്പോൾ തുടരും എന്ന ചിത്രത്തിനെ സംബന്ധിച്ച് വർക്കിംഗ് ഡേയോ ഹോളിഡേയോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും ഒരുപോലെ പോകണമെങ്കിൽ ആരും ജോലിക്ക് ഒന്നും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ടിക്കറ്റ് എടുക്കുക, തിയേറ്ററിൽ പോവുക, ഒരു പ്രാവശ്യം കണ്ടവർ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് തുടരും സിനിമയുടെ ഒരു പ്രത്യേകത. അതാണ് ഫിയോക്കിൻ്റെ പ്രസിഡൻറ്റ് വിജയകുമാർ പറഞ്ഞത്. തിയേറ്ററുകളുടെ എല്ലാവിധ പ്രശ്നങ്ങളും തീർത്തു, തുടരും, ഇത് നീണ്ട ജൈത്രയാത്ര തന്നെ തുടരും എന്ന് പറയുന്നത്. കാരണം 15 കൊല്ലമായി സിനിമയ്ക്ക് കാണാതിരുന്നവർ പലരും തിയേറ്ററിലെത്തുന്നു. അത് സിനിമയെ സംബന്ധിച്ച് നല്ല കാര്യമാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല, ഇതിൻ്റെ പ്രസിഡൻറ്റ് തന്നെയായ വിജയകുമാർ തന്നെ പറഞ്ഞതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ രാവിലെ ഇട്ടിരുന്നു. അപ്പോൾ തുടരും എന്ന് പറയുന്ന ചിത്രം അത്രമേൽ ജനപ്രിയമായിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ തുടരും ഏത് ലെവൽ കളക്ഷൻ പോകും എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവൽ തന്നെയാണ് പോകുന്നത്. അത് 200 കോടിയിലേക്കൊക്കെ എത്താം. അതിനുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പം നമ്മൾ നോക്കുന്നത് 100 കോടി എത്തിയ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് 100 കോടി എത്തിയ മലയാള സിനിമയുടെ എണ്ണം നമുക്കൊന്ന് എടുക്കാം. എമ്പുരാനാണ് ആദ്യത്തേത്. 2 ദിവസം കൊണ്ടാണ് 100 കോടി കടക്കുന്നത്. തുടരും എന്ന ചിത്രം 6 ദിവസം കൊണ്ടാണ് 100 കോടി കടക്കുന്നത്. അതൊരു കുടുംബ ചിത്രം ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിതം 9 ദിവസം കൊണ്ട് ആണ് 100 കോടി കടന്നത്. ഇപ്പോൾ എമ്പുരാനും തുടരുമൊക്കെ വരുന്നതിന് മുമ്പ്, അല്ല 2 മാസത്തിന് മുമ്പ് ഈ ആടുജീവിതമായിരുന്നു 1-ാം സ്ഥാനത്ത് നിന്ന്. ഇപ്പോൾ ആടുജീവിതം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. 2018 11 ദിവസം കൊണ്ടാണ് 100 കോടി കടക്കുന്നത്. ലൂസിഫറും മഞ്ഞുമൽ ബോയ്സും 12 ദിവസം കൊണ്ടും 100 കോടി കടന്നു. ഈ 5 ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ചിത്രങ്ങളും ലാലേട്ടൻ്റെ ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും ലാലേട്ടനാണ് മലയാള സിനിമയുടെ രാജാവെന്ന്. അതിന് അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് വിചാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഇപ്പം ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ പോയി ടിക്കറ്റിൻ്റെ എണ്ണം ഒന്ന് എടുക്കുക. അതും ഫേക്കാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അടുത്തുള്ള തിയേറ്ററൊന്ന് സന്ദർശിക്കുക. അവിടുത്തെ തിരക്ക് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലാകും ഇതാണ് സത്യമെന്ന്. അപ്പം അതിനെപ്പറ്റി വിഷമം തോന്നും എല്ലാവർക്കും. ഒരു നടനെ എതിർക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും വിഷമം തോന്നും. ആ നടൻ്റെ പടങ്ങളെല്ലാം വിജയിച്ച് പോകുമ്പോൾ അതും ആർക്കും തകർക്കാൻ പറ്റാത്ത റെക്കോർഡുകൾ ഇട്ട് പോവുക എന്ന് പറയുന്നത് ആർക്കും സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അന്നേരം വിഷമം തോന്നും. അത് എന്ത് പറയാൻ പറ്റില്ലേ? അവരുടെ വിഷമത്തിൽ നമുക്ക് പങ്കുചേരാൻ പറ്റത്തില്ല, നമുക്ക് സന്തോഷിക്കാനേ പറ്റൂ. ലാലേട്ടൻ ഇങ്ങനെ റെക്കോർഡ് തീർക്കുക, മലയാള സിനിമയുടെ ചരിത്രം മറ്റൊന്നായി മാറുക, അതിൽ നമുക്ക് സന്തോഷിക്കാനേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ വേറൊരു കണക്ക് പറയാം. ലാലേട്ടനെ ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ 47 വർഷമായി ലാലേട്ടൻ മലയാള സിനിമയിൽ വന്നിട്ട്. ആ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ലാലേട്ടൻ തന്നെയായിരുന്നു മലയാള സിനിമയിലെ നെടും തൂണായിട്ട് നിന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ കൊല്ലങ്ങളിലും ഇറങ്ങുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വൻ ഹിറ്റായി മാറുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യ ദിനം ഒറ്റ ദിവസം 20 കോടി നേടിയ ലാലേട്ടൻ്റെ ജന്മ 8 പ്രാവശ്യമാണ് ലാലേട്ടൻ 20 കോടിക്ക് മുകളിൽ നേടുന്നത്. അത് തുടങ്ങി വെക്കുന്നത് മരക്കാറാണ്. മരക്കാർ 20 കോടിക്ക് മുകളിൽ ആദ്യ ദിനം നേടി. അതിന് വേറെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. രാത്രി 12 മണിക്ക് ഷോ തുടങ്ങിയ മരക്കാറ് ആദ്യ ദിനം തന്നെ 20 കോടി നേടി.
നമ്മുടെ എമ്പുരാൻ രാവിലെ 9 മണിക്കാണ് 6 മണിക്കാണ് ഷോ തുടങ്ങിയത്. ആദ്യ ദിനം 69 കോടിയാണ് കളക്ട് ചെയ്തത്. രണ്ടാമത്തെ ദിനം 34 കോടി 50 ലക്ഷം. മൂന്നാം ദിനം നേടിയത് 35 കോടിയാണ്. നാലാം ദിനം 39 കോടി, അഞ്ചാം ദിനം 26 കോടിയും നേടി. തുടരും 2 പ്രാവശ്യം ഈ 20 ടച്ച് ചെയ്ത് മാറിയിട്ടുണ്ട്. കാരണം രണ്ടാമത്തെ ദിവസം തുടരും നേടിയത് 26 കോടി രൂപയാണ്. അങ്ങനെ 8 പ്രാവശ്യം മോഹൻലാൽ ചിത്രങ്ങൾ 20 കോടിക്ക് മുകളിൽ മാറിയിരിക്കുന്നു. ഒരു പ്രാവശ്യം 69 കോടിയാകുന്നു. പിന്നെ 3 പ്രാവശ്യം 30 കോടിക്ക് മുകളിൽ മാറുന്നു. 7 പ്രാവശ്യത്തോളം 25 കോടി മുകളിലും കളക്ട് ചെയ്യുന്ന മോഹൻലാൽ സിനിമകൾ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ നടന്മാരുണ്ട്, പഴയ നടന്മാരുണ്ട്, മോഹൻലാലിനോടൊപ്പം നിൽക്കുന്നുവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നടന്മാരുമൊക്കെയുണ്ട്. എന്നിട്ട് പോലും ഒറ്റ നടന്മാരുടെ ചിത്രം 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. ഒറ്റ ദിവസം 20 കോടി കളക്ട് ചെയ്തേക്കുന്ന ഒറ്റ നടന്മാരും മലയാള സിനിമയിലില്ല. ലാലേട്ടൻ ചിത്രങ്ങൾ തന്നെയാണ് ഈ 8 പ്രാവശ്യവും 20 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത് എന്നാണ് ഏറ്റവും വലിയ സത്യം. മറ്റൊന്ന് പരിശോധിക്കുമ്പോഴേ എമ്പുരാൻ്റെ 69 കോടി ആർക്കെങ്കിലും തകർക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ ലാലേട്ടനെ മാത്രമേ പറ്റുള്ളൂ. അതാണ് സത്യം. അതൊന്ന് തുറന്നു പറഞ്ഞ് നാലും ദേഷ്യപ്പെട്ടിട്ടോ കുശും വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല. അതാണ് നമ്മൾ കാണുന്ന സത്യമല്ലേ. അതുപോലെ തന്നെ തുടരും എന്ന ചിത്രം തുടർച്ചയായിട്ട് 2 പ്രാവശ്യം 100 കോടി, 2 മാസം കഴിഞ്ഞ മാർച്ച് മാസത്തിലും 100 കോടി അടിക്കുന്നു, ഏപ്രിലിൽ 100 കോടി അടിക്കുന്നു. അത് ലാലേട്ടനല്ലാതെ വേറെ ആർക്ക് പറ്റും? അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ബോക്സ് ഓഫീസിലെ പ്രകടനം ആർക്കും എഴുതിത്തള്ളാനേ പറ്റത്തില്ല. മോഹൻലാൽ ഉണ്ടാക്കുന്ന റെക്കോർഡുകളിൽ ലാലേട്ടന് മാത്രമേ അത് പുതുക്കാനും പറ്റത്തുള്ളൂ, തീർക്കാനും പറ്റൂ. ഇനി വേറെ ആരെങ്കിലും ഇട്ടാലോ ഒന്നല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ആ റെക്കോർഡ് തകർത്തെറിയും, ഉറപ്പുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ആദ്യ ദിനം ഒരു 69 കോടി നേടിയ റെക്കോർഡ് ഒരു ലാലേട്ടൻ ചിത്രത്തിന് മാത്രമേ അത് നടക്കൂ. ഈ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതാണ് കാണുന്നത്. അപ്പം മോഹൻലാൽ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയിലെ ഒരു മുടിചൂടാമന്നനായി ഈ 47 കൊല്ലവും നിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവൊന്ന് ഭയങ്കരം തന്നെ. അതിനെ ഈ താഴ്ത്തി കെട്ടിയിട്ടോ ഫേക്കാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം തുടർച്ചയായിട്ടുള്ള 2 ചിത്രങ്ങളും 100 കോടി നേടി. മലയാള സിനിമയുടെ നിർമ്മാതാക്കൾ പറയുന്നു, തിയേറ്റർ ഉടമകൾ പറയുന്നു, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അച്ചടിഞ്ഞ തോളാണ്. അത് മലയാള സിനിമ ചുമരിലേറ്റി ചരിഞ്ഞതാണോ എന്ന് നമുക്ക് സംശയിക്കാം അല്ലേ. ആ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ എല്ലാവരും സന്തോഷത്തിലാണ്. കുറച്ച് കാലം മുഴുവൻ എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പ് വരെ സമരം നടത്താൻ പോകുന്നു, തിയേറ്റർ അടച്ചിടാൻ പോകുന്നു, അവർക്ക് പല പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും ഇപ്പോൾ പറയുന്നു യാതൊരു പ്രശ്നമില്ല, എമ്പുരാനും തുടരുമൊക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ നടനെ നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അംഗീകരിക്കാത്തവർ ഒരു വശത്തോട്ട് മാറി നിന്ന് കരയാൻ ഞാൻ പറയും, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.